നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴേ ഇത് കണ്ട, ഇത് മിസ്സിംഗ് ഫിഗർ പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വെറുതെ ഇതൊന്ന് എഴുതി വയ്ക്കാം. സ്റ്റാൻഡേർഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ചെയ്ത എമൗണ്ട് കിട്ടും. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ചെയ്ത എമൗണ്ട് കിട്ടും. എ ബി എന്തൊക്കെയുണ്ട് നോക്ക്. സ്റ്റാൻഡേർഡ് മിക്സ് റേഷ്യോ ഇസ് 1:1. അതായത് ഇവർ തമ്മിലുള്ള റേഷ്യോ 1:1 റേഷ്യോ ആണ്. സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ കെ ജി, കെമിക്കൽ എ 12 ആണ്, കെമിക്കൽ ബി 15 ആണ്. സ്റ്റാൻഡേർഡ് പ്രൈസ് 12, 15. ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയില്ല കേട്ടോ. ആക്ച്വൽ ഇൻപുട്ട് ഓഫ് കെമിക്കൽ ബി is 70 കിലോഗ്രാം. കെമിക്കൽ ബിൻ്റെ ആക്ച്വൽ ഇൻപുട്ട് 70 kg ആണ്. ആക്ച്വൽ പ്രൈസ് ഓഫ് കെമിക്കൽ എ is 15. ആക്ച്വൽ പ്രൈസ് പെർ കെ ജി ഓഫ് കെമിക്കൽ എ is 15. ഈ ഇതറിയില്ല, പക്ഷേ ഇവിടുത്തെ റേറ്റ് 15 ആണെന്ന് അറിയാം. സ്റ്റാൻഡേർഡ് നോർമൽ ലോസ് 10% ഓഫ് ഇൻപുട്ട്. അതവിടെ നിൽക്കട്ടെ. നോർമൽ ലോസ് 10% ഓഫ് ഇൻപുട്ടാണ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ടോട്ടൽ 650 അഡ്വേഴ്സ് ആണ്. ആൻഡ് ദ സെയിം വാസ് ഫുള്ളി ആട്രിബ്യൂട്ടബിൾ ടു കെമിക്കൽ ബി. അതായത് ഇവിടെ ഉണ്ട് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് 650 അഡ്വേഴ്സ് ആണ്. ഒരു മിനിറ്റ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എൻ്റെയും ബിൻ്റെ ഉണ്ടല്ലോ, ടോട്ടൽ 650 അഡ്വേഴ്സ് ആണ്. ഇതിൽ സെയിം വാസ് ഫുള്ളി ആട്രിബ്യൂട്ടബിൾ ടു കെമിക്കൽ ബി എന്ന് പറയണത്. അപ്പോൾ ഇത് മുഴുവനും കെമിക്കൽ ബിൻ്റെ ആണ്. അപ്പോൾ എൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഗിവൺ. ശരി. മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് 135 അഡ്വേഴ്സ്. മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് 35 അഡ്വേഴ്സ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തുടങ്ങാനോ ഒന്നുമില്ല, ഒരു പരിപാടിയും നടക്കില്ല. കാരണം അത്രയും കുറച്ച് ഇൻഫർമേഷനേ ഇതിൽ തന്നിട്ടുള്ളത്. അവിടെ ഇത് ഡാഷാണ് കൂടുതലും. അല്ലാണ്ട് ഈ ടേബിളിലോട്ടൊന്നും ഇനി നോക്കിയിട്ടൊരു കാര്യമില്ല. ബിക്കോസ് ഒരു ഇൻഫർമേഷനും ഇല്ല. ഓക്കെ. അപ്പം അത് ചെയ്യാൻ പറ്റണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇയാളെ എക്സ് എന്നും ഇയാളെ വൈ എന്നും വിളിക്കാം. ലെറ്റ് ദ എസ് ക്യൂ ഓഫ് എ ബി എക്സ് ആൻഡ് ബി ബി വൈ. ഓക്കെ. അവിടെ നിന്ന് നമുക്കൊരു സ്റ്റാർട്ട് കിട്ടും. ലെറ്റ് ദ ടോട്ടൽ അല്ല, ലെറ്റ് ദ എസ് ക്യൂ ഓഫ് എ ബി എക്സ് ആൻഡ് എസ് ക്യൂ ഓഫ് ബി ബി വൈ. ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇത് തുടങ്ങി എന്താ ഗുണമെന്ന് പറയട്ടെ. നമുക്കിവിടെ 12x ആണെന്നും ഇവിടെ 15x ആണെന്നും മനസ്സിലാവും. ഓക്കെ. എന്നിട്ട് നമുക്ക് എങ്ങനെ തുടങ്ങുമെന്ന് നോക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റണമെന്ന് ചെയ്ത് കണ്ട. മെറ്റീരിയൽ 2 വേരിയൻസ് അല്ലേ, ഈ 2 വേരിയൻസ് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഓഫ് എ 0 ആണ്. ഓക്കെ. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഓഫ് എ 0. ഇതിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോണത്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഓഫ് എ ഇസ് ഈക്വൽ ടു 0. അതായത് എന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 0 ആണ്. എന്റെ കേട്ടോ, എന്റെ പ്രൊഡക്റ്റ് എന്റെ കാര്യം പറയണത്. പ്രൊഡക്റ്റ് എന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇത് വേണ്ട, 12x ആണ് എന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഇതാണല്ലോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് 12x മൈനസ് എന്റെ ആക്ച്വൽ കോസ്റ്റ് എത്രയാണ്? എന്റെ ആക്ച്വൽ കോസ്റ്റ് നമുക്ക് അറിയത്തില്ല. സീറോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ ആക്ച്വൽ കോസ്റ്റ് എത്രയാണെന്ന് കിട്ടും. ആക്ച്വൽ കോസ്റ്റ് ഓഫ് എ
ഇസ് ഈക്വൽ ടു ഇത് തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 12x ആണ്. അതായത് എൻ്റെ ആക്ച്വൽ കോസ്റ്റും 12x ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ശരി. അപ്പോൾ അവിടെ നിൽക്കട്ടെ. എൻ്റെ ആക്ച്വൽ കോസ്റ്റും 12x ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കിയേ. മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് 135 അഡ്വേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഈൽഡ് വേരിയൻസ് 135 അഡ്വേഴ്സ്. അത് ഉപയോഗിച്ച് നോക്കാം നമുക്ക്. മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് 135 അഡ്വേഴ്സ്. ശരി. എടാ ഇവിടം വരെ കിട്ടിയില്ലേ എല്ലാവർക്കും? ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകണേ. മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് ഇസ് ഈക്വൽ ടു 135 അഡ്വേഴ്സ്. ഈൽഡ് വേരിയൻസിൻ്റെ ഫോർമുല എന്താ? ടോട്ടൽ എസ് ക്യു മൈനസ് ടോട്ടൽ എ ക്യു ഇൻറ്റു ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇസ് ഈക്വൽ ടു 135 അഡ്വേഴ്സ് ആണ്. ടോട്ടൽ എസ് ക്യു എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? എക്സ് പ്ലസ് വൈ ആണ് ടോട്ടൽ എസ് ക്യു അല്ലേ? എക്സ് പ്ലസ് വൈ. ടോട്ടൽ എ ക്യു ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് പ്ലസ് വൈ മൈനസ് ടോട്ടൽ എ ക്യു. ടോട്ടൽ എ ക്യു എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറയട്ടെ. ഈ ഫിഗർ ഇതെങ്ങനെ കിട്ടും? ഇത് ഇവിടെ ഒരു തെറ്റ് വരുത്തിച്ചേ. 15y ആണ്. അത് ഞാൻ എവിടെയും പോയി ഉപയോഗിച്ചില്ലല്ലോ അല്ലേ? ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഇല്ല. ഞാനൊരു ചെറിയ കറക്ഷൻ വരുത്തിക്കോട്ടെ. ഒരു മിനിറ്റ്. ഒരു ചെറിയ കറക്ഷൻ വരുത്തിക്കോട്ടെ. ഒരു മിനിറ്റ് ഒന്ന് ഒരു കാര്യം നോക്കോട്ടെ. മനസ്സിലായി. എന്താണ്? ഒരു ചെറിയ കറക്ഷൻ വരുത്തണം എനിക്ക് കേട്ടോ. വേറൊന്നും മാറൊന്നുമില്ല. നമ്മൾ താഴത്തോട്ട് ചെയ്തൊന്നും മാറില്ല. എന്താന്ന് പറയട്ടാ. ഇവിടെ ഇല്ലേ ഒരു റേഷ്യോ വന്നിട്ടുണ്ട് ഇവര്. ഇവിടെ നോക്കിയേ. എൻ്റെയും ബിൻ്റെയും റേഷ്യോ 1:1 ആണെന്ന് തന്നിട്ടില്ലേ? സ്റ്റാൻഡേർഡ് മിക്സ് റേഷ്യോ ഇസ് 1:1. അപ്പം ഇവിടെ എക്സും ഇവിടെ വൈ ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ മുകളിൽ എക്സ് ആണെങ്കിൽ ഇവിടെ താഴെ എന്ത് തന്നെയായിരിക്കും? എക്സ് ആണ്. ബിക്കോസ് ഇവർ തമ്മിലുള്ള റേഷ്യോ 1:1 ആണ്. വിച്ച് മീൻസ് ഇവിടെ എങ്ങാനും 100 ആണെങ്കിൽ ഇവിടെയും 100 ആണ്. അപ്പം അതിന് വെറുതെ വൈ ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ഇവിടെ എങ്ങാനും 200 ആണെങ്കിൽ താഴെയും 200 ആണ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇത് ആ സെൻറ്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്യണം. ലെറ്റ് ദ ടോട്ടൽ എസ് ക്യു ഓഫ് എ ബി എക്സ് ആൻഡ് ഇവിടെ ഒരു കറക്ഷൻ വരുത്തുവാണ്. എ ക്യു ഓഫ് എ എന്നാക്കുക. എ ക്യു ഓഫ് എ ബി വൈ. അതായത് ഇവനെ നമുക്ക് വൈ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ. ഈ ബീനെ കൊണ്ട് എക്സ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ രണ്ടുപേരും സെയിം ആണ്. മുകളിൽ എക്സ് ആണെങ്കിൽ താഴെയും എക്സ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു മാറ്റം വരുത്താം നമുക്ക്. ഇത് 15y എന്നാവും. ഓക്കെ. അപ്പോൾ ഒരു ചെറിയ സ്റ്റാർട്ടിങ് വ്യത്യാസമാണ് നമ്മൾ വരുത്തിയത്. ഇയാളെയും എക്സ് എന്ന് വിളിച്ചു, ഇയാളെ വൈ എന്ന് വിളിച്ചു. ഇയാളെ എക്സ് ആയതുകൊണ്ട് താഴെ ഉറപ്പായിട്ട് എന്തായിരിക്കും? എക്സ് തന്നെയായിരിക്കും. ബിക്കോസ് ആ റേഷ്യോ 1:1 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. ശരി. അപ്പോൾ ഇവിടെയും 15x എന്ന് വരും. അപ്പോൾ എന്ത് വരും എന്ന് പറയട്ടെ. ഒരു മിനിറ്റ്. അപ്പോൾ ഒരു ചെറിയ കറക്ഷൻ വരുത്തേണ്ടി വരും. ഇവിടെ നമ്മൾ ഈ MCV മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഓഫ് A0 എന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഓക്കെ. 12x മൈനസ് ഇവിടെ നമുക്ക് അറിയാമല്ലോ. അത് കണ്ട 12x മൈനസ് 15y അങ്ങനെ ആക്കാം നമുക്ക്. 12x മൈനസ് 15y ഇസ് ഈക്വൽ ടു 0. അങ്ങനെ നടക്കട്ടെ.
12x മൈനസ് 15y ഇസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം 12x ഇസ് ഈക്വൽ ടു 15y. 12x ഇസ് ഈക്വൽ ടു 15y. ക്ലിയർ ആണാടാ? അശോക് ബോസ് എന്താടാ പറഞ്ഞേക്കണത് 0.8x എന്ന്? എന്തിനെ കുറിച്ച് പറഞ്ഞത്? നേരത്തെ വല്ലതും ആണോ പറഞ്ഞത്? 12, 20. അതെ സാർ, നേരത്തെ. ശരി ശരി ശരി. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ആക്കി വെച്ചേക്കാണ് നമ്മൾ. 12x ഇസ് ഈക്വൽ ടു 15y. ശരി. ഇനി മെറ്റീരിയൽ yield വേരിയൻസ് ഇസ് ഈക്വൽ ടു 135 അഡ്വേഴ്സ്. ഓക്കെ, ടോട്ടൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ടോട്ടൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇസ് ഈക്വൽ ടു 135 അഡ്വേഴ്സ്. അപ്പോൾ ടോട്ടൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എങ്ങനെ കിട്ടും നമുക്ക്? ഇതിൻ്റെ റേഷ്യോ എക്സ് പ്ലസ് എക്സ് അല്ലേ? എക്സ് പ്ലസ് എക്സ്. അപ്പോൾ 2x ടോട്ടൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 2x പ്ലസ് ടോട്ടൽ ആക്ച്വൽ ക്വാണ്ടിറ്റി. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്തെന്ന് വരും? y പ്ലസ് 70 എന്ന് വരും. ഇത് 2x, ഇത് y പ്ലസ് 70. ഇവിടെ മൈനസ് y പ്ലസ് 70 കേട്ടോ, ഇൻറ്റു ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ്. ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയണതില്ലേ, അത് ഇവിടെ തന്നെ കിട്ടുമല്ലോ. 12 പ്ലസ് 15 എത്ര വരുവാണ് അത്? 12 പ്ലസ് 15 27x ആണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 27x/2x. 27x/2x ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇസ് ഈക്വൽ ടു 135 അഡ്വേഴ്സ്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറയട്ടെ. എനിക്കിത് ഇവിടെ ഒരു പരിപാടി ചെയ്യാൻ പറ്റും. അതിലോട്ട് ഞാൻ വരാം. അപ്പോൾ അടുത്തത് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2x മൈനസ് y മൈനസ് 70 ഇൻറ്റു 27x/2x ഇസ് ഈക്വൽ ടു 135 അഡ്വേഴ്സ്. ഓക്കെ, ഒരു ചെറിയ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയി. എന്താണെന്ന് പറയട്ടാ, നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കണ്ട 12x ഇസ് ഈക്വൽ ടു 15y. അപ്പോൾ y എന്തായിരിക്കും? നമുക്ക് ഇത് വെച്ചിട്ട് y കണ്ടുപിടിക്കല. y ഇസ് ഈക്വൽ ടു 12x ഡിവൈഡഡ് ബൈ 15 ആണ്. മനസ്സിലായോ? 15 ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് പോകും അല്ലേ? ഇത് കണ്ടോ, 15y ഇസ് ഈക്വൽ ടു 12x. y ഇസ് ഈക്വൽ ടു 12x/15. അതായത് y ഇസ് ഈക്വൽ ടു എത്ര വരും? അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 12/15. 12 ഡിവൈഡഡ് ബൈ 15 0.8x. അപ്പോൾ y എന്ന് പറയണത് 0.8x ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ yൻ്റെ സ്ഥലത്ത് കൊണ്ട് ഞാൻ 0.8x എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പോൾ 2x മൈനസ് 0.8x മൈനസ് 70 ഡിവൈഡഡ് ബൈ 27x/2x ഇസ് ഈക്വൽ ടു 135. ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത്തിരി ടഫ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇത് എടുത്തത്. അല്ല, അത് ഒഴിവാക്കിയിട്ടിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളുടെ ഇതിൽ തന്നെ വന്നതാണ്. 1.2x മൈനസ് 70 എന്തെങ്കിലും ഞാൻ മിസ്റ്റേക്ക് വരുത്തുണ്ടോ നോക്കേ. ഇൻറ്റു 27x/2x ഇസ് ഈക്വൽ ടു 135 അഡ്വേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇവിടത്തെ എക്സും ഇവിടത്തെ എക്സ് ഒക്കെ കട്ടായി പോകും. 27/2 എക്സ് ഒക്കെ കട്ടായി പോയി. 27/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 13.5 അല്ലേ? അപ്പോൾ 1.2x മൈനസ് 70, 27/2 എന്ന് പറയുന്നത് 13.5 ആണ്. ഇൻറ്റു 13.5 ഇസ് ഈക്വൽ ടു 135 അഡ്വേഴ്സ്. 1.2x മൈനസ് 70 ഇസ് ഈക്വൽ ടു 135 അഡ്വേഴ്സ് ബൈ 13.5. 1.2x മൈനസ് 70 ഇസ് ഈക്വൽ ടു എത്ര വരും? 10 എന്ന് വരൂലേ? 10 അഡ്വേഴ്സ്. 1.2x ഇസ് ഈക്വൽ ടു 70 പുറത്തോട്ട് പോകുമ്പോൾ 80 അഡ്വേഴ്സും. എക്സ് ഇസ് ഈക്വൽ ടു 80/1.2. എന്തെങ്കിലും തെറ്റിച്ചല്ലേ ഡിവൈഡ് ബൈ? ഒരു കാര്യം തെറ്റിച്ച് 10 അഡ്വേഴ്സ് ആണ്. ഒരു മിനിറ്റ്, 10 അഡ്വേഴ്സ് ആണ്. അപ്പോൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ
ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആവും, 60 ആവും, 60. 10 അഡ്വേഴ്സ് അല്ലേ? അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. 10 അഡ്വേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് മെറ്റീരിയൽ വേരിയൻസ് അല്ലേ? മെറ്റീരിയൽ വേരിയൻസ്. അഡ്വേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പോലെയാണ് സൈൻ. അപ്പോൾ 1.2x ഇസ് ഈക്വൽ ടു, ഇപ്പുറത്തേക്ക് വരുമ്പോൾ +70 -10 ചെയ്യണം. 10 അഡ്വേഴ്സ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ 10 അഡ്വേഴ്സ് നടക്കട്ടെ, +10 അഡ്വേഴ്സ് ആണ്. പക്ഷെ അഡ്വേഴ്സ് നടക്കണോണ്ട് മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 1.2 എത്ര വരും? എക്സ് ഇസ് ഈക്വൽ ടു 50 എന്ന് വരും. എന്നിട്ട് ആൻസർ എന്ത് ചെയ്യുക? ഈ ആൻസർ കറക്റ്റ് ആണെന്ന് 50 വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൺഫേം ചെയ്താൽ മതി. എക്സ് ഇസ് ഈക്വൽ ടു 50 കിട്ടി. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ആൻസർ ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ തരാട്ടോ, ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചോ. എക്സ് ഇസ് ഈക്വൽ ടു 50 എന്ന് കിട്ടി. അതായത് അത് കറക്റ്റ് ആവുമെന്ന് നോക്കാം നമുക്ക്. ഇവിടെ 50 വരും, ഇവിടെ 50 വരും. വൈ എന്ന് പറയുന്നത് 0.8, വൈ ഇസ് ഈക്വൽ ടു 0.8x അല്ലേ? 0.8x. അപ്പോൾ 50യുടെ 0.8, 50 ഇൻറ്റു 0.8, 40 വരും. ഇവിടെ 40 വരും. ഓക്കെ, എന്നിട്ട് ഈ നമ്മൾ കണ്ടുപിടിച്ച കാര്യം കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. മെറ്റീരിയൽ yield വേരിയൻസ് ഇസ് ഈക്വൽ ടു 135 അഡ്വേഴ്സ്. ടോട്ടൽ ഞാൻ ചെക്ക് ചെയ്യണതാണ് വെറുതെ. ടോട്ടൽ എസ് ക്യൂ മൈനസ് ടോട്ടൽ എ ക്യൂ ഇൻറ്റു ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ചെയ്യാൻ പോണത്. ടോട്ടൽ എസ് ക്യൂ 50 + 50, ഇത് ആഡ് ചെയ്താൽ ടോട്ടൽ എസ് ക്യൂ എത്ര വരും? 100 വരും. 100 മൈനസ് ടോട്ടൽ എ ക്യൂ 40 + 70 110 ഇൻറ്റു ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ്. ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. 50 × 12 600, 50 × 15 750. സോ ഇത് 1350/100. ആൻസർ കറക്റ്റായിട്ട് കിട്ടണ്ടെന്ന് ചെക്ക് ചെയ്താൽ പോരെ? അപ്പോൾ നോക്കിയേ, 100 - 110, ആക്ച്വൽ ക്വാണ്ടിറ്റി 110 ആണ്. അപ്പോൾ ഇത് എത്ര വരും? 1350 ഡിവൈഡഡ് ബൈ 100, 13.5 ഇൻറ്റു 10 ചെയ്താൽ കറക്റ്റ് ആണ്, 135 അഡ്വേഴ്സ് എന്ന് വരും. ആക്ച്വൽ ക്വാണ്ടിറ്റി കൂടി പോയതുകൊണ്ട് അഡ്വേഴ്സ് ആണ്. വിച്ച് മീൻസ് നമ്മൾ ചെയ്തത് സംഭവം കറക്റ്റ് ആണ്. ക്ലിയർ ആണോ എങ്ങനെ ചെയ്തതെന്ന്? കോപ്പി ചെയ്തെടുക്കണോ? കോപ്പി ചെയ്തെടുത്തോ? എവിടം വരെ എഴുതി നിങ്ങൾ? എവിടെ കാണിക്കേണ്ടതെന്ന് പറ. ആരെങ്കിലും പറഞ്ഞാൽ എവിടം വരെ എഴുതി വെച്ചേക്കോ? നസറുദ്ദീൻ 60 അഡ്വേഴ്സ് കറക്റ്റ് ആണ്. എടാ ഇതൊക്കെ കോപ്പി ചെയ്താ? താഴത്തേക്കാണോ കാണേണ്ടത്? ഒന്നും കൂടെ പറയണോ ആർക്കെങ്കിലും? ഉം? ഈ സാധനമാണൊന്ന് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതേ ഇവിടെ ഇത് ക്വസ്റ്റ്യനിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഇത് തിരിച്ച് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഞാൻ ആദ്യം ചെയ്തത് 70 + 10 18 എടുത്ത് 18 എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾ അത് കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ ശരിയാവൂല, ആൻസർ ശരിയാവൂല. അങ്ങനെ മനസ്സിലാവും, അല്ലാണ്ട് തെറ്റി അങ്ങോട്ട് പോകുന്നില്ല, കുറച്ച് സമയം പോകുന്നേ ഉള്ളൂ. 18 എടുത്തപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചില്ല, ഇപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ടാണ് അടുത്ത ലൈനിൽ ഞാൻ എങ്ങനെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു തരാമെങ്കിൽ, ഞാനിവിടെ 80 എടുത്ത് 80 ഡിവൈഡഡ് ബൈ 1.2 ചെയ്തപ്പോൾ ഭയങ്കര പോയിൻ്റൊക്കെ വന്നു, 66.66 വന്നു. അപ്പോൾ എനിക്കിതൊരു സംശയം തോന്നി, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓർത്തത് 10 അഡ്വേഴ്സ് മെറ്റീരിയൽ വേരിയൻസ് ആണല്ലോ, അതിൽ അഡ്വേഴ്സ് വരുന്നത് എപ്പോഴാണ്? മെറ്റീരിയൽ വേരിയൻസിൽ അഡ്വേഴ്സ് വരുന്നത് നെഗറ്റീവ് വരുമ്പോഴാണല്ലോ. ആക്ച്വൽ ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിലും കൂടിപ്പോയി, മനസ്സിലായ? ഇപ്പോഴാണ് അഡ്വേഴ്സ് വരുന്നത്, നെഗറ്റീവ് വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് ചെയ്തു, ഇത് 60 ആക്കി. ക്ലിയർ ആണോ? ഇനി ഈ ക്വസ്റ്റിൻ്റെ ബാക്കി ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ആ ടേബിൾ നമ്മൾ വരച്ച് ഇവിടെ ഇപ്പോൾ നേരത്തെ വരച്ച പോലെ ടേബിൾ വരച്ച് ഇവിടെ കറക്റ്റ് ചെയ്ത് എഴുതാൻ പോവാണ് കേട്ടോ. ആ ടേബിൾ എഴുതുക, പിന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും ബാക്കി. അപ്പോൾ നിങ്ങൾ ആ ടേബിൾ ഒന്ന് എഴുതി, ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തേ. എക്സ് ഒക്കെ ഇട്ട സ്ഥലത്ത് ഇതേപോലെ 50 ഒക്കെ ആക്ക്. ഈ ടേബിൾ ഇതേപോലെ കറക്റ്റ് ചെയ്യും. നമുക്കിത് കിട്ടും 110, പിന്നെ 40 × 40 × 15.
600 കിട്ടും. പിന്നെ ബീൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് 650 അല്ലേ വരേണ്ടത്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് 650 അഡ്വേഴ്സ് വേണം. 650 അഡ്വേഴ്സ് വന്നെങ്കിൽ ഇവിടെ എത്ര വരും എന്നൊന്ന് ആലോചിച്ചാൽ മതി. 1350 പ്ലസ് 650. 1350 പ്ലസ് 650. എന്നാലേ 650 അഡ്വേഴ്സ് വരുള്ളൂ. അപ്പോൾ ഇത് 2000 വരും. ഇത് 2000, അതിൽ നിന്ന് 600 പോയാൽ ബാലൻസ് 1400. ഇത് 20 വരും. ടേബിൾ കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി എന്തൊക്കെയാണ് ചോദിച്ചേക്കണം അതൊന്നും ഞാൻ നോക്കണില്ല. ഓൾ ദ മിസ്സിംഗ് വേരിയൻസസ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യണ്ട. നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കും. എടാ ക്ലിയർ ആണത് എല്ലാവർക്കും? സാർ ആൻസറിൻ്റെ ഫസ്റ്റ് പോർഷൻ യെസ്. ഫസ്റ്റ് പോർഷൻ ഈ ടേബിൾ ആണോ ഉദ്ദേശിച്ചത് സോന? എന്താ വേണ്ടത് സോന? ചോദിച്ചോ. ഇത് കാണിക്കാനല്ലേ ഉദ്ദേശിച്ചത് നീ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഫസ്റ്റ് ഒരു വരുത്തിയ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടില്ലേ? ലെറ്റ് ദ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് എ ബി എക്സ് ആൻഡ് ബി ബി വൈ എന്ന് എഴുതി. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാവത്തില്ല. അത് ശരിയാവില്ല എന്നല്ല, അത് ഇത്തിരി കൂടെ കോംപ്ലിക്കേഷൻ ആണ്. കാരണം അവർ ക്ലിയർ ആയിട്ട് റേഷ്യോയിൽ പറയുന്നുണ്ട് സ്റ്റാൻഡേർഡ് മിക്സ് 1:1 ആണ്. എന്ന് വെച്ചാൽ എ എത്രയാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അത് തന്നെയായിരിക്കും ബി. അപ്പോൾ ഒരിക്കലും അതിന് രണ്ട് വേരിയബിൾസ് അസൈൻ ചെയ്യാൻ പാടില്ല. അതിന് സെയിം വേരിയബിൾ തന്നെ കൊടുക്കണം. എന്നാലേ അത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ് വൈ ഇസഡ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. 3 വേരിയബിളൊന്നും കൊണ്ടുവന്നാൽ നമുക്കിതിങ്ങനെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റില്ല. 2 വേരിയബിളിൽ നിർത്തണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, എയ്ക്കും പിക്കും എക്സ് എന്ന് തന്നെ നമ്മൾ കൊടുത്തു ആദ്യം. എയും ബിയും എക്സ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ തന്നെ ആക്ച്വൽ ക്വാണ്ടിറ്റിക്ക് നമ്മൾ വേറൊരു വേരിയബിളും കൂടെ കൊടുത്തു. വൈ എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തു. ഓക്കെ, നമുക്കത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇസഡ് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നടക്കൂല. ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നത്. ലെറ്റ് ദ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് എ ബി എക്സ് ആൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് എ ബി വൈ. ഓക്കെ, ഇതിങ്ങനെ തന്നെ ഇതിങ്ങനെ തന്നെ കൊടുക്കണം എന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? നമ്മളിത് എങ്ങനെ എക്സാമിനൊക്കെ മനസ്സിലാക്കും? ഒന്നുമില്ല, ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റിൽ എങ്ങനെ എഴുതിയേക്കണമെന്ന് പറയട്ടെ. ഉമ്മാർ ലെറ്റ് ദ ടോട്ടൽ എസ് ക്യൂ ബി എക്സ്, ഇതിനങ്ങടെ എക്സ് ആയിട്ട് എടുത്ത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 0.5 എക്സും വരും, ഇവിടെ 0.5 എക്സും വരും. ആൻഡ് ലെറ്റ് ദ ടോട്ടൽ എ ക്യൂ ബി വൈ, ഇവരെ ഇതിനെ അങ്ങോട്ട് വൈ എന്ന് വിളിച്ച്. അപ്പോൾ ഇവിടെ എന്ത് വരും? ബി ഓൾറെഡി 70 എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ വൈ മൈനസ് 70 അതാണ് എ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ റൂളൊന്നും ഇല്ല. നമ്മൾ എവിടെയെങ്കിലും വേരിയബിൾ അസൈൻ ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് റൂളൊന്നുമില്ല. ഇപ്പം ഞാൻ എടുത്തപ്പോൾ പെട്ടെന്ന് ഞാൻ അതൊന്നും ഓർത്തൊന്നുമില്ല. പണ്ട് ഞാൻ ചെയ്തതാണ്, പക്ഷേ ഞാൻ ഓർത്തില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തപ്പോൾ എ അങ്ങോട്ട് എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ അത് വേരിയബിൾ ഏത് അസൈൻ ചെയ്യണമെന്നൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫൈനലി അതൊക്കെ ശരിയായി വരും. മനസ്സിലായോ? ലോജിക്ക് തെറ്റിപ്പോകാതിരുന്നാൽ മതി. എടാ കഴിഞ്ഞാടാ എല്ലാവരുടെയും? ആക്ച്വൽ റേറ്റ് 20 എങ്ങനെ വന്നു? ഓക്കെ, ഒന്നുമില്ല. ഈ 1400 വന്നത് മനസ്സിലായി, അല്ലെങ്കിൽ അത് പറയണോ നവ്യ? ആക്ച്വലി 20 കിട്ടിയത് ഇങ്ങനെയാണ്. എനിക്ക് 1400 ഡിവൈഡഡ് ബൈ 70 ആണ് ഞാൻ ചെയ്തത്. 1400 എങ്ങനെ കിട്ടിയെന്ന് പറയാം. ദേ ഓർഡറിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത്ര സാധനങ്ങളെ ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് അവർ പറഞ്ഞു തന്നു മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് 650 അഡ്വേഴ്സ് അല്ലേ. 650 അഡ്വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് 650 അഡ്വേഴ്സ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് 1350 മൈനസ് ഏതോ ഒരു ഫിഗർ ചെയ്യുമ്പോൾ 650 അഡ്വേഴ്സ് വരണം. അപ്പോൾ 650 അഡ്വേഴ്സ് വന്നോന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 2000 വന്നല്ലോ. എന്നാലല്ലേ 650 അഡ്വേഴ്സ് വരുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ആക്ച്വൽ കോസ്റ്റ് 2000 ആണ്. ക്ലിയർ അല്ലേ? ആക്ച്വൽ കോസ്റ്റ് 2000 ആണ്.
അതിൽ ഒരെണ്ണം 600 എന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് എന്തായിരിക്കും? 1400 ആയിരിക്കും. ഇനി ഇത് ഡിവൈഡ് ചെയ്താൽ കിട്ടുമല്ലോ 20. 2x മൈനസ് 0.x പറയാം എല്ലാം പറയാം. നവ്യ ഇത് ഓക്കെ അല്ലേ? ക്ലിയർ, ശരി. അഞ്ചിമ ഇത് ക്ലിയർ ആണോ? 2000 എങ്ങനെ വന്നതെന്ന് ഇപ്പോൾ മനസ്സിലായോ? അഞ്ചിമ ഒന്നുകൂടെ പറയാം. എടാ ഈ ഫോർമുല വന്നേക്കണത് നീ ശ്രദ്ധിച്ച MCV എന്ന് പറയുന്നത് 650 അഡ്വേഴ്സ് ആണ്. അതൊക്കെ അല്ലേ അഞ്ചിമ? MCVയുടെ ഫോർമുല എന്താണ്? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഇസ് ഈക്വൽ ടു 650 അഡ്വേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 650 അഡ്വേഴ്സ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് നിന്റെ കയ്യിലുണ്ട് 1350 മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 650 അഡ്വേഴ്സ്. അപ്പം ആക്ച്വൽ കോസ്റ്റ് എത്രയാന്ന് പറ? 650 അഡ്വേഴ്സ് വന്നെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് കൂടുതലാവണ്ടേ? സ്റ്റാൻഡേർഡ് കോസ്റ്റിനേലും 650 കൂടുതലാണ് ആക്ച്വൽ കോസ്റ്റ്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് എത്രയാണ്? 1350 പ്ലസ് 650 2000. ക്ലിയർ ആണോ അഞ്ചിമ? ആ അപ്പോൾ ഞാൻ ഈ 2000 ഇവിടെ കൊണ്ട് എഴുതി. ഇവിടെ 1400 കിട്ടും. ബാലൻസ് ആണത്, ബാലൻസ്. അപ്പോൾ 20 വരും. ഓക്കെ, ശരി. ഇനി നിതീഷ് എന്താ ചോദിച്ചത്? നിതീഷ് 2x മൈനസ് 0.8x ബൈ 70. എടാ എന്താടാ ചോദിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ഇത് ചെയ്തത് പറയാമെന്ന് ചോദിച്ചാൽ ഇതെങ്ങനെ ഇതെന്ത് ചെയ്തെന്നാണോ? എന്താ എനിക്ക് മനസ്സിലായില്ല. എന്റെ ഡൗട്ട് ചോദിക്കുക ക്ലിയർ നിതീഷ. വോയിസിലേ ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കുക ആ മൈക്കിൽ. പെട്ടെന്ന് തീരുമല്ലോ, സമയം കളയണ്ട. സർ പോയിന്റ് എക്സ് എന്തിനാ മൈനസ് ചെയ്തത്? മൈനസ് ചെയ്താ എടാ നമ്മുടെ ഫോർമുല ഇതായിരുന്നല്ലോ. നോക്ക്, ടോട്ടൽ ഈ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസിന്റെ ഫോർമുല എന്താണ്? ടോട്ടൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ടോട്ടൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ്. ഇതാണ് ഫോർമുല. അതിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മളിവിടെ എഴുതി. ഇവിടെ നമ്മൾ y ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് y+70 ആണ്. ഇവിടെ y+70. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ടോട്ടൽ SQ 2x മൈനസ് y+70 ഇൻറ്റു ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ് ചെയ്ത 135 അഡ്വേഴ്സ് തന്നെ. ഇതാണ് നമ്മൾ സോൾവ് ചെയ്തത്. ഇത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ് 2x മൈനസ് y മൈനസ് 70 എന്നായത്. അപ്പോൾ ഈ മൈനസ് വൈനെയാണ് നമ്മളിത് ഇവിടെ എഴുതിയത്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായി y എന്ന് പറയുന്നത് 0.8x ആണ്. അപ്പോൾ മൈനസ് y എന്ന് പറയുന്നത് മൈനസ് 0.8x ആക്കിയിട്ട്. ഓക്കെ, ശരി. അടുത്തൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. നോർമൽ ലോസ് 10% എന്താ ചെയ്തതെന്ന്. എടാ നോർമൽ ലോസ് 10% നമ്മൾ ചെയ്തിട്ടില്ല. ഒരു മിനിറ്റ് കേട്ടോ, ചെയ്തിട്ടില്ല. അതെവിടെയെന്ന് പറയട്ടെ. ഇപ്പം ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സ്റ്റാൻഡേർഡ് നോർമൽ ലോസസ് 10% ഓഫ് ഇൻപുട്ട് എന്ന് പറയാനുണ്ട്. അതായത് ഇപ്പം ഇത്ര നോക്കിയാൽ മതി. ഇതാണല്ലോ എൻ്റെ ഇൻപുട്ട് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് 100 kg ആണ്. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ 10% ലോസ് പോയി കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് 90 kg ആയിരിക്കും ഔട്ട്പുട്ട്. അതായത് ഇവിടെ നമ്മൾ എഴുതൂലേ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 90 kg. പക്ഷെ അത് ഈ ക്വസ്റ്റ്യനിൽ യാതൊരുവിധ ആവശ്യവും നമുക്ക് വരുന്നില്ല. ഓക്കെ, അതിൻ്റെ ആവശ്യം ഇതിലില്ല. ലൈനിൻ്റെ ആവശ്യം അത് 90 ആണെന്ന് കിട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ക്ലിയർ ആണോടാ? ഓക്കെ അജിത്ത്. ഔട്ട്പുട്ട് എങ്ങാനും ഇവർ തന്നിരുന്നെങ്കിൽ നമുക്കത് എളുപ്പം അങ്ങനെ വല്ലതും കണ്ടുപിടിക്കായിരുന്നു. ഇപ്പോൾ ഇവന്മാർ തരുവാണ്, ക്വസ്റ്റ്യനിൽ തന്നേക്കുവാണ് ഇങ്ങനെ പറഞ്ഞു നോർമൽ ലോസസ് 10% ഓഫ് ഇൻപുട്ട്. ഓക്കെ, എന്നിട്ട് ഇവർ പറയുവാണ് ഗിവൺ ആക്ച്വൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു
180 kg 180 kg ആണ് ആക്ച്വൽ ഔട്ട്പുട്ട്. ഇത് തന്നിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഈ ഒരു സെൻറ്റൻസും കൂടെ തന്നിരുന്നെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് 180 kg. അപ്പോൾ എങ്ങനെ തുടങ്ങും എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ എഴുതും ആക്ച്വൽ ഔട്ട്പുട്ട് 180 kg ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയായിരിക്കും? എനിക്ക് ഈ ഫിഗർ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. 180 ഡിവൈഡഡ് ബൈ 90%. നമ്മൾ ആ ഒരു ചാർട്ട് പോലെ പഠിക്കണില്ലേ? നമ്മൾ ഇത് ഇങ്ങനെ എഴുതുമായിരുന്നില്ലേ? ഓർക്കണില്ലേ? ഇൻപുട്ട് മൈനസ് ലോസ് ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ട് 180 ആണെങ്കിൽ ലോസ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞു ലോസ് 10% ആണ്. അപ്പോൾ ഇൻപുട്ട് 100 ആണെങ്കിൽ ലോസ് 10, ഔട്ട്പുട്ട് 90. അപ്പോൾ ഇത് 180 kg എങ്ങാനും ആയിരുന്നെങ്കിൽ എത്രയായിരിക്കും നമ്മുടെ ഇൻപുട്ട്? 180 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100. എനിക്കിവിടെ കിട്ടും 200 kg എന്ന് കിട്ടും. ഈ 200ൽ എയും ഉണ്ട് ബിയും ഉണ്ട്. അവർ റേഷ്യോ വന്നിട്ടുണ്ട് 1:1 റേഷ്യോ വന്നു. അപ്പോൾ 100 kg 100 kg. മനസ്സിലായോ? നമ്മൾ അങ്ങനെ ആയിരിക്കും ഈ പ്രോബ്ലം തുടങ്ങാൻ പോണത്. അതായത് എനിക്ക് ആദ്യം തന്നെ ഈ രണ്ട് സാധനങ്ങളും കിട്ടും. 100 kg 100 kg. ടോട്ടൽ 200 kg ആണ് ഇൻപുട്ട്. ഔട്ട്പുട്ട് 10% ലോസ് വന്നിട്ട് അങ്ങനെ തുടങ്ങായിരുന്നു. ഈ എക്സും വൈ ഒന്നും വേണ്ട. പൊതുവെ അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യനൊക്കെ കിടക്കാറുള്ളത്. എക്സും വൈയിലോട്ടൊന്നും പോകില്ല, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവരത് ആ ഇൻഫർമേഷൻ ഒഴിവാക്കി കളഞ്ഞു. ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണെന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് എക്സ് വൈ ഒക്കെ ഇട്ട് ചെയ്യേണ്ടി വന്നത്. ക്ലിയർ ആണോ അജിത്ത്?